ശ്രുതിയെ പൊളിച്ച് രേവതി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ചെമ്പനീർ പൂവിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്, സച്ചിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കായിട്ട് ഇളയച്ചനോട് കുറച്ച് കാശ് ചോദിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ശ്രുതിയാണെങ്കിൽ, നീയൊക്കെ എൻ്റെ ഇളയച്ചനെയും എൻ്റെ കാശിനെയും പുച്ഛമല്ലേ, പിന്നെ നീ എന്തിനാ ചോദിക്കുന്നേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ കൊടുക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴേക്ക് ശ്രുതി, ആദ്യമായിട്ട് ചോദിച്ചാലേ എന്തായാലും കൊടുക്കാമെന്ന് പറയുന്നു. അല്ല, ഈ കേസൊക്കെ തീർന്നാലേ കിട്ടുള്ളൂ, അതിനെക്കുറിച്ചൊന്ന് ഇളയച്ചനോട് ചോദിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമെങ്കിൽ നമ്മുടെ ശ്രുതി ഇളയച്ചനെ വിളിച്ച് കള്ളത്തരം പറയുന്നത് കാണാം. അതായത് ആളിപ്പോൾ മുംബൈയിലാണെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കേസ് തീരാൻ സമയമെടുക്കുമെന്നൊക്കെ പറയും. ഇതേ സമയം ഒരു വിശിഷ്ട വ്യക്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചച്ചിയും രേവതിയും ഇളയച്ചനെ അകത്തേക്ക് വിളിക്കുമ്പോൾ ഇളയച്ചനെ കണ്ട് ശ്രുതി ഞെട്ടുന്നുണ്ട്. ബാക്കി ആർക്കും വലിയ അതിശയമൊന്നുമില്ല. അവരാണെങ്കിൽ അകത്തേക്ക് വിളിച്ച് കയറ്റി ഇരുത്തുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിന് ശേഷം അച്ഛൻ രവിയാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ മുംബൈയിലാണെന്നല്ലോ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്, അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ചോദിക്കച്ച, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇപ്പോഴല്ലേ കാര്യങ്ങളിലേക്ക് കടന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഇയാൾ ഫോൺ എടുത്തിട്ടൊന്നുമില്ല, അത് ശ്രുതി കള്ളം പറഞ്ഞതാണ് എന്ന് സച്ചി പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമ്മുടെ ഫെബിൻ്റെ അമ്മാവനാണ്. ഇയാളുടെ പേര് നമ്മുടെ ബീരാൻ എന്നാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇയാളൊരു നാടക നടനാണ് എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചാടിത്തുള്ളിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ അങ്കിളിനെ, എൻ്റെ ഇളയച്ചനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നു, നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ദേ ശ്രുതി, നിൻ്റെ കള്ളത്തരമൊക്കെ നീ കൈ വെച്ചാൽ മതി, ഇതാകെ പൊളിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇനി നിന്നെക്കൊണ്ടൊന്നും ഒന്നിനും സാധിക്കില്ല, നിനക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം തന്നെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കാശ് കൊടുത്ത് പേടിപ്പിച്ച് എൻ്റെ ഇളയച്ചനെ ഫെബിൻ്റെ ഇളയച്ചനാക്കാൻ മാറ്റണ്ട എന്ന് പറയുമ്പോൾ, ദേ നീ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ട് സത്യം ഒരിക്കലും കള്ളമാവുകയില്ല, ഇത് ഫെബിൻ്റെ അമ്മാവനാണ് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അച്ഛാ, അന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ഇറച്ചി മേടിച്ചത് എന്ന സഹിതം രേവതി പറയുമ്പോൾ ശ്രുതിയാക്കി പെട്ടു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്